എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സ്പിരിച്വൽ മാസ്റ്റേഴ്സിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം, ബൈബിളിൽ 2 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഭൂമി മുഴുവനും ഊടാടി സഞ്ചരിക്കുന്നു എന്ന്. നമ്മൾ ഈ 2 കാര്യങ്ങൾ എന്തെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ സംഭവം എന്തെന്ന് നമുക്ക് മിക്ക ആൾക്കാർക്കും അറിയാം. ആ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ ഭൂമി മുഴുവനും ഊടാടി സഞ്ചരിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലും 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലും ദൈവം പിശാചിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വെർ ഹാവ് യു കം ഫ്രം? നീ എവിടുന്നാണ് വരുന്നത്? അപ്പോൾ അതിന് സാത്താൻ പറയുന്ന മറുപടി, ഞാൻ ഭൂമി മുഴുവനും ഊടാടി സഞ്ചരിച്ചിട്ട് വരികയാണ്. ഐ ഹാവ് ബീൻ റോമിങ് ഓൾ ഓവർ ദി എർത്ത്, ഗോയിങ് ബാക്ക് ആൻഡ് ഫോർത്ത് ഓൺ ഇറ്റ്. അതിൻ്റെ ന്യൂ ലിവിങ് ട്രാൻസ്ലേഷനിൽ പറയുന്നത് വളരെ ചിന്തിപ്പിക്കുന്ന ഒരു രീതിയിലാണ്. അവിടെ പറയുന്നത്, I have been patrolling all over the earth to watch everything that is going on. ഞാൻ ഈ നമ്മുടെ കേരളത്തിലൊക്കെ പോലീസ് രാത്രിയിലൊക്കെ ജീപ്പിൽ ഇങ്ങനെ പെട്രോളിങ് ചെയ്യത്തില്ലേ, കള്ളന്മാരെ പിടിക്കാൻ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ. അപ്പോൾ പിശാച് പറയാം, ഞാൻ അതുപോലെ ഭൂമി മുഴുവനും പെട്രോളിങ് ചെയ്തേച്ച് എന്തിനാന്നാ പറയുന്നത്, ഇങ്ങനെ ഫുൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്തുവാ ശ്രദ്ധിക്കുന്നത്? എന്തിനാ പിശാച് ഇത് ചെയ്യുന്നത്? ദൈവമക്കളുടെ ഓരോരുത്തരുടെയും ജീവിതം ഇങ്ങനെ ശ്രദ്ധിക്കുക. ആരെങ്കിലും എവിടെയെങ്കിലും വീഴുന്നുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും അബദ്ധം പറ്റുന്നുണ്ടോ? ദൈവത്തിന് ഹിതമില്ലാത്ത എന്തെങ്കിലും ചെയ്യുമ്പോൾ അപ്പോൾ അവനത് ഒരു പെട്ടെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് പിന്നെ നമ്മുടെ അപ്പൻ്റെ അടുത്ത് പോയി നമ്മുടെ കുറ്റം പറയും. അതാണ് അദ്ദേഹത്തിൻ്റെ ജോലി. അപ്പോൾ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഈ പറഞ്ഞ അധ്യായങ്ങളിൽ ഇതാണ് ചെയ്തത്. ഇയ്യോബിൻ്റെ കുറ്റം പോയി ദൈവത്തോട് പറയാം. നമുക്കറിയാം, യോശുവ എന്ന മഹാപുരോഹിതൻ്റെ കുറ്റം പറയുന്നത് നമുക്കറിയാം. ബൈബിളിൽ പലരുടെയും കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ചെയ്യുന്ന എന്താ, ഇപ്പോൾ നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും നമ്മുടെ അപ്പൻ്റെ അടുത്ത് പോയി നമ്മുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അതെ അവളെ നോക്കി, അതെ അവനെ നോക്കി, പറഞ്ഞ പോലല്ല ചെയ്ത്, അന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ ചെയ്യാം നിന്നോട് പറഞ്ഞു, ഇപ്പം അങ്ങനെ ഒന്നും, അതെല്ലാം മറന്നുപോയി, പ്രാർത്ഥനയില്ല, ബൈബിൾ വായനയില്ല, ഇങ്ങനെ എന്തേലും ഇങ്ങനെ കുറ്റം കണ്ടുപിടിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പിശാച്. ഈ പിശാചിൻ്റെ പുതിയ നിയമത്തിൽ ഈ ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറയുന്ന വാക്യം 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ബി സോബർ, ബി വിജിലൻറ്റ്, ഫോർ യോർ അഡ്വേഴ്സറി ദ ഡെവിൾ പ്രൗൾസ് അറൗണ്ട് ലൈക്ക് എ റോറിംഗ് ലയൺ. നിങ്ങളുടെ പ്രതിയോഗിയായിരിക്കുന്ന പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുക. അത് ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച്. അപ്പോൾ അവിടെ പറയുന്ന ആ വാക്യത്തിൽ പറയുന്ന 2 കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് നമുക്ക് തിരിക്കാം. ആദ്യം പറയുന്നത് അലറുന്ന സിംഹം എന്ന പോലെ. അപ്പം നമ്മുടെ പ്രതിയോഗിയായിരിക്കുന്ന പിശാച് ഒറിജിനൽ സിംഹം അല്ല, അലറുന്ന സിംഹം എന്ന പോലെ. അപ്പം ഒരു അലറുന്ന സിംഹവും ഉണ്ട്, ആ സിംഹത്തെ ആക്ട് ചെയ്യുക, ആ സിംഹത്തെ പോലെ അങ്ങ് ബിഹേവ് ചെയ്യുക. അദ്ദേഹം ശരിക്കും സിംഹമല്ല. അതാണ് ഇവിടെ പറയുന്നത്. അപ്പം ശരിക്കുമുള്ള സിംഹം ആരാ? അത് ആമോസിൻ്റെ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലും യോവേൽ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിലും പറയുന്ന ഒരു കാര്യമുണ്ട്. ദ ലോർഡ് റോഴ്സ് ഫ്രം സയൻ, യഹോവ സിയോനിൽ നിന്ന് ഗർജിക്കുന്നു. അപ്പോൾ ഈ ഗർജിക്കുന്നത് ആരാ? സിംഹം. അങ്ങനെയെങ്കിൽ യഹോവയാകുന്ന ദൈവമാണ്, നമ്മുടെ പിതാവായിരിക്കുന്ന നമ്മുടെ അപ്പനാണ് ഒറിജിനൽ സിംഹം. ഈ പിശാച് ചുമ്മാ കോപ്പി അടിക്കുക, ഒറിജിനൽ സിംഹമല്ല. റെവലേഷൻ ചാപ്റ്റർ 5:5, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഈ എൽഡേഴ്സ് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. മൂപ്പന്മാർ പറയുന്ന ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് പറയുന്നു, യഹൂദ ഗോത്രത്തിലെ സിംഹം. അപ്പോൾ ഒറിജിനൽ സിംഹം നമ്മുടെ യേശു, നമ്മുടെ കർത്താവ്, നമ്മുടെ പിതാവായിരിക്കുന്ന നമ്മുടെ ദൈവം. പിശാച് എന്തുവാ? വെറുതെ കോപ്പി അടിക്കുക, എന്നിട്ട് നമ്മളത് കണ്ട് പേടിക്കാനും, അല്ലേ? അപ്പോൾ ഇവിടെ പറയുന്ന വേറൊരു കാര്യം, ലൈക്ക് എ റോറിംഗ് ലയൺ, അലറുന്ന സിംഹം എന്ന പോലെ ഇങ്ങനെ ചുറ്റി നടക്കുന്നു. എന്തിനാണെന്നറിയോ? അവിടെ മലയാളത്തിൽ പറയുന്നത് ആരെ വിഴുങ്ങേണ്ടു എന്ന്. ഈ മലയാളം ട്രാൻസ്ലേഷൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ആക്യുറേറ്റ് ട്രാൻസ്ലേഷനാണ്. ശരിക്കുമുള്ള ഗ്രീക്ക് പദത്തിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാറ്റാപിയെയിൻ എന്ന് വെച്ചാൽ വിഴുങ്ങുക. പക്ഷെ അതിനെ പല ഇംഗ്ലീഷ് ബൈബിളിലും ഇപ്പം ഇത് NIV ആണ്. NIVക്കകത്ത് എഴുതിയിരിക്കുന്ന ഹൂം ഹീ മേ ഡിവാവർ, അതായത് അത് വായിക്കുമ്പോൾ നമ്മൾക്ക് ആരെ കടിച്ചു കീറണം എന്നുള്ളൊരു തോന്നൽ വരും. ഹിന്ദി ബൈബിളിലും അങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്, കിസ്കോ ഫാഡ് ഖായ, ആരെ കടിച്ചു കീറണം എന്ന്. പക്ഷെ അങ്ങനെയല്ല, ഒറിജിനൽ ഗ്രീക്ക് പദം കാറ്റാപിയെയിൻ
അത് കറക്റ്റ് ട്രാൻസ്ലേഷൻ മലയാളം ബൈബിളിലാണ്, ആരെ വിഴുങ്ങേണ്ടു. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സിംഹം വിഴുങ്ങുമോ? സിംഹം ഒരിക്കലും വിഴുങ്ങത്തില്ല. സിംഹം കടിച്ചു കീറും. വിഴുങ്ങുന്നത് ആരാന്നറിയോ? പാമ്പ്, സർപ്പം. പാമ്പാണ് വിഴുങ്ങുന്നത്. അപ്പോൾ ഇവിടെ അവൻ്റെ ഒറിജിനൽ സ്വഭാവം ആളാരാന്ന് മനസ്സിലായി. അവൻ ആളാരാ? പാമ്പാണ്. പക്ഷെങ്കിൽ അലറുന്ന സിംഹം എന്ന പോലെയാണ് നമ്മളുടെയൊക്കെ മുന്നേ ആക്ട് ചെയ്യുന്നത്, നമ്മളെ പേടിപ്പിക്കാൻ. അപ്പോൾ പലപ്പോഴും ദൈവമക്കൾ എന്തുവാ, പിശാചിൻ്റെ ഓരോ തന്ത്രങ്ങളെ കണ്ടിട്ടാണ് പേടിക്കുന്നത്. പക്ഷെങ്കിൽ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ടുന്ന വേറൊരു കാര്യം, ബൈബിളിൽ പറയുന്നത് ലോകം മുഴുവനും ഭൂമി മുഴുവനും ഊടാടി സഞ്ചരിക്കുന്ന വേറൊരു കാര്യമുണ്ട്. 2 Chronicles chapter 16 verse 9, 2 ദിനവൃത്താന്തം 16-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ അവിടെ പറയുന്ന യഹോവയുടെ കണ്ണുകൾ ഭൂമി മുഴുവനും ഊടാടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദി ഐസ് ഓഫ് ദ ലോർഡ് ഗോ ടു ആൻഡ് ഫ്രോ ഓൾ ഓവർ ദി എർത്ത്. എന്തിനാണെന്നറിയാമോ? അവിടെ തന്നോട് ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കാൻ, ടു ഷോ ഹിംസെൽഫ് സ്ട്രോങ് ഓൺ ബിഹാഫ് ഓഫ് ദോസ് ഹൂസ് ഹാർട്ട്സ് ആർ ലോയൽ ടു ഹിം. അല്ലെ ഓൺ ബിഹാഫ് ഓഫ് ദോസ് ഹൂസ്, ഈ വേർഷനിൽ പറയുന്നത് for those whose hearts are fully committed to him. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ഫേസ് ചെയ്താൽ, ഏതൊരു സാഹചര്യം, ചിലപ്പോൾ നമ്മുടെ സാഹചര്യം നമുക്ക് പ്രതികൂലമായിരിക്കാം, ചിലപ്പോൾ നല്ല 90% ഓഫ് ടൈം നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എപ്പോഴും ഇങ്ങനെ സന്തോഷമല്ല ഇല്ലേ. പലരും പല സ്ഥാപനങ്ങളിലാണ് ജോലി ചെയ്യുന്നത്, പല പ്രശ്നങ്ങളാണ് നേരിടുന്നത്. ചിലപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിൽ താമസിക്കുന്ന നമ്മുടെ സ്വന്തം ബന്ധുക്കളായിരിക്കും നമുക്കെതിരെ സംസാരിക്കുന്നത്. ഏതൊരു സാഹചര്യത്തിലും നമ്മുടെ ഹൃദയം എങ്ങനെ ആയിരിക്കണം? ഇതൊക്കെ കാരണം പതറിപ്പോകരുത്. ദൈവത്തോട് ഏകാഗ്രചിത്തന്മാരായിരിക്കുക, അതായത് സ്റ്റേ വെരി ലോയൽ. എപ്പോഴും ആരെന്ത് പറയുന്നു എന്നുള്ള, മനുഷ്യരെപ്പോഴും അവരുടെ വാക്കും കൊണ്ട് നമ്മളെ വിഷമിപ്പിക്കും കേട്ടോ, അവരുടെ പ്രവൃത്തികളും കൊണ്ടും. അതാരാണേലും, വീട്ടിലുള്ളവരും പുറത്തുള്ളവരും സ്കൂളിലുള്ളവരും കോളേജിലുള്ളവരും എവിടെ പോയാലും അവരുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് ദുഃഖവും വിഷമവും വരും. പക്ഷെ നമ്മൾ നോക്കേണ്ടി, എൻ്റെ അപ്പൻ എന്നോട് എന്തുവാ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞ വാക്കുകൾ എന്താ, ഇതിൽ മാത്രം നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ഹൃദയം നമ്മുടെ അപ്പം പറഞ്ഞ വാക്കിനോട് മാത്രമാണെങ്കിൽ, ദൈവവചനം പറയുന്നത് നമ്മുടെ അപ്പൻ്റെ കണ്ണുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ജീവിതത്തിൽ ഓരോ സാഹചര്യത്തിലും എൻ്റെ ഓരോ കുഞ്ഞും എങ്ങനെയാണ് ഇടപെടുന്നത്. എന്നോട് പറ്റിച്ചേർന്നിരിക്കുന്ന ഹൃദയമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ ബലവാൻ എന്ന് കാണിച്ചു കൊടുക്കും. He will show himself strong to those whose hearts, on behalf of those whose hearts are loyal to him. അപ്പോൾ പിശാചിൻ്റെ കണ്ണുകളും നമ്മളെ എപ്പോഴും ഇങ്ങനെ നോക്കുന്നുണ്ട്, നമ്മുടെ അപ്പൻ്റെ കണ്ണുകളും നമ്മളെ എപ്പോഴും നോക്കുന്നുണ്ട്. പിശാച് ഇങ്ങനെ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് നോക്കുമ്പോൾ അപ്പം നോക്കുന്നു, ഓരോ പ്രശ്നം വരുമ്പോൾ എൻ്റെ കുഞ്ഞ് എങ്ങനെയാണ് പെരുമാറുന്നത്, എൻ്റെ കുഞ്ഞ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പനോട് പറ്റിച്ചേർന്നത് ദൈവവചനം അപ്പം പറയുന്നത് മാത്രം നമ്മളിങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നുണ്ടല്ലോ, അവിടെ പറയുന്നത് ടു ഷോ ഹിംസെൽഫ് സ്ട്രോങ്, തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കും. തന്നെത്താൻ ബലവാൻ എന്ന് ദൈവം എങ്ങനെയാണ് കാണിക്കുന്നത്? നമുക്ക് വേണ്ടി എങ്ങനെയാണ് കാണിക്കുന്നത്? നമ്മളൊരു മുറിക്കകത്ത് അടഞ്ഞിരിക്കുമ്പം സീക്രട്ടായിട്ടാണോ? അല്ല, ഒരിക്കലും അല്ല. ദൈവം ബലവാൻ എന്ന് കാണിക്കുന്നത് പബ്ലിക്കിലാണ്. നമ്മളേത് പ്രശ്നം നേരിട്ടാലും നമ്മൾ ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്ന കറക്റ്റ് സമയമാകുമ്പം പബ്ലിക്കിൽ ദൈവം മാനിക്കും. പബ്ലിക്കിൽ ദൈവം അവൻ ബലവാൻ എന്ന് നമുക്ക് വേണ്ടി കാണിക്കും. ഹല്ലേലൂയ. ഇതിൽ പരം ആശ്വാസം നമുക്ക് എന്താ വേണ്ടിയ? നമ്മൾ ഏതൊരു പ്രശ്നം നേരിട്ടാലും പ്രിയ ദൈവമക്കളെ പതറിപ്പോകാതെ നമ്മുടെ അപ്പനോട് നമ്മുടെ ഹൃദയം പറ്റിച്ചേർന്നിരിക്കാം. അങ്ങനെയെങ്കിൽ വൺ ഡേ നമ്മൾ കാണും, നമ്മുടെ അപ്പൻ നമ്മളെ മാനിക്കും. കുറ്റം പറയുന്ന പിശാചിൻ്റെ മുന്നിലും കുറ്റം പറയുന്ന മനുഷ്യരുടെ മുന്നിലും നമ്മുടെ അപ്പൻ നമ്മളെ മാനിക്കും. ഗോഡ് ബ്ലെസ് യു.